അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത് ഒരേ സമയം പ്രണയവും വിരഹവും വിധിയുടെ വലിയ പരീക്ഷണങ്ങളും നിറഞ്ഞ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു മനോഹരമായ കുടുംബകഥയാണ്. വിവാഹം കഴിഞ്ഞ് നീണ്ട 18 വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ പോയ സുധീറിന്റെയും സുൽഫത്തിന്റെയും ജീവിതത്തിലേക്ക് കടന്നുവന്ന അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളാണ് നമ്മൾ ഈ കഥയിലൂടെ കാണാൻ പോകുന്നത്. ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിനെ ചൊല്ലി അവർക്കിടയിലുണ്ടായ തർക്കങ്ങളും തുടർന്ന് ആ ദാമ്പത്യം തകർന്ന് അവർ രണ്ടു വഴിക്കായതും അതിനുശേഷം വിധിയുടെ കളി പോലെ രണ്ടുപേരുടെയും ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളുമാണ് ഈ കഥയുടെ തുടക്കം. ഒട്ടും സമയം കളയാതെ നമുക്ക് സുധീറിന്റെയും സുൽഫത്തിന്റെയും ആ വലിയ ജീവിതകഥയിലേക്ക് കടക്കാം. വിവാഹം കഴിഞ്ഞ് നീണ്ട 18 വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ പോയ സുധീറിന്റെയും സുൽഫത്തിന്റെയും കഥയാണിത്. ഒരു കുട്ടി വേണമെന്ന ആഗ്രഹം മൂത്തൊടുവിൽ സുധീർ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ സുൽഫത്ത് അതിനൊട്ടും സമ്മതിച്ചില്ല. തനിക്ക് ഒരു കുട്ടിയുണ്ടാകുമെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. തനിക്ക് അതിനുള്ള ആരോഗ്യമുണ്ടെന്നും ദൈവത്തിൽ വിശ്വാസമുണ്ടെന്നും അവൾ സുധീറിനെ കരഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ വാക്കുകൾ കേൾക്കാൻ സുധീർ തയ്യാറായില്ല. അയാൾ ഭാര്യയുടെ എതിർപ്പുകളെല്ലാം അവഗണിച്ച് ആ കുട്ടിയെ ദത്തെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. സ്വന്തം വാക്കുകൾക്ക് വില കൽപ്പിക്കാത്ത ഭർത്താവിന്റെ പ്രവൃത്തിയിൽ മനം നൊന്ത് സുൽഫത്ത് ആ വീട് വിട്ടിറങ്ങിപ്പോയി. അവർ തമ്മിലുള്ള ബന്ധം അവിടെ വെച്ച് അവസാനിച്ചു. അവർ നിയമപരമായി വേർപിരിയുകയും പിന്നീട് സുൽഫത്ത് വേറെയൊരു കല്യാണം കഴിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, പുതിയ ജീവിതത്തിൽ സുൽഫത്തിന് കുട്ടികളുണ്ടായി. തനിക്ക് കുട്ടികളുണ്ടാകില്ല എന്ന് വിധിയെഴുതിയവർക്ക് മുൻപിൽ അമ്മയായി ജീവിക്കാൻ കഴിഞ്ഞത് അവളുടെ വലിയൊരു ഭാഗ്യമായി അവൾ കരുതി. ഇപ്പുറത്ത് സുധീറും രണ്ടാമതൊരു കല്യാണം കഴിച്ചു. ആ പുതിയ ബന്ധത്തിൽ അയാൾക്കും കുട്ടികളുണ്ടായി. അങ്ങനെ രണ്ടുപേരും പുതിയ ജീവിതത്തിൽ മക്കളുമായി സന്തോഷം കണ്ടെത്തി. പുതിയ ഭർത്താവിന്റെയും മക്കളുടെയും കൂടെ സുൽഫത്ത് ആ സന്തോഷം പൂർണ്ണമായി അനുഭവിച്ചു. സുധീർ നൽകിയ വേദനകളെല്ലാം മറന്ന് അവൾ തന്റെ പുതിയ കുടുംബത്തിനായി ജീവിച്ചു. ഇപ്പുറത്ത് സുധീറും തന്റെ പുതിയ ഭാര്യയോടും കുട്ടികളോടുമൊപ്പം സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ തുടങ്ങി. എങ്കിലും പഴയ ഓർമ്മകളും 18 വർഷത്തെ ജീവിതവും പൂർണ്ണമായി മറക്കാൻ അവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞിരുന്നില്ല. കാലം കാത്തുവെച്ച വലിയൊരു പരീക്ഷണത്തിന്റെ തുടക്കം മാത്രമായിരുന്നു ഇത്. വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോയി. കുട്ടികളെല്ലാം വളർന്നു വലുതായി. ഒരു ദിവസം അപ്രതീക്ഷിതമായി സുധീറും സുൽഫത്തും ഒരു പൊതുസ്ഥലത്തു വെച്ച് വീണ്ടും കണ്ടുമുട്ടാൻ ഇടയായി. തങ്ങളുടെ പുതിയ മക്കളോടൊപ്പം നിൽക്കുന്ന പരസ്പരം കണ്ടപ്പോൾ ഇരുവർക്കും ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നി. 18 വർഷത്തെ തങ്ങളുടെ കാത്തിരിപ്പ് വെറുതെയായിരുന്നില്ലെന്നും വിധി തങ്ങളെ തെറ്റായ സമയത്താണ് ഒന്നിപ്പിച്ചതെന്നും അവർ തിരിച്ചറിഞ്ഞു. ആ കണ്ടുമുട്ടൽ അവരുടെ മനസ്സിൽ പഴയ ഓർമ്മകളുടെ വലിയൊരു തിരമാലയാണുണ്ടാക്കിയത്. അവർ തമ്മിൽ സംസാരിച്ചില്ലെങ്കിലും കണ്ണുകൾ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ കൈമാറി. ഈ കണ്ടുമുട്ടലിന് ശേഷം സുധീറിന്റെ മനസ്സിൽ വലിയൊരു അസ്വസ്ഥത രൂപപ്പെട്ടു. തന്റെ ആദ്യ ഭാര്യയായ സുൽഫത്തിനോട് താൻ ചെയ്തത് വലിയൊരു തെറ്റായിരുന്നു എന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. അവളുടെ വാക്കുകൾ കേൾക്കാതെ ദത്തുപുത്രനെ കൊണ്ടുവന്നതാണ് തങ്ങളുടെ ജീവിതം തകർത്തത് എന്ന് അയാൾ ഓർത്തു. ഈ ചിന്തകൾ അയാളുടെ ഇപ്പോഴത്തെ കുടുംബജീവിതത്തെ ബാധിക്കാൻ തുടങ്ങി. അയാൾ പുതിയ ഭാര്യയോടും മക്കളോടും വല്ലാതെ അകലം പാലിക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ പുതിയ ഭാര്യ അയാളോട് ഇതിന്റെ കാരണം തിരക്കിയെങ്കിലും അയാളൊന്നും തുറന്നു പറയാൻ തയ്യാറായില്ല. ഇതേ സമയം സുൽഫത്തിന്റെ ജീവിതത്തിലും ചില മാറ്റങ്ങൾ സംഭവിച്ചു. സുധീറിനെ വീണ്ടും കണ്ടത് അവളിലും പഴയ ഓർമ്മകൾ ഉണർത്തിയിരുന്നു. തന്റെ ഇപ്പോഴത്തെ ഭർത്താവ് തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ആദ്യത്തെ 18 വർഷത്തെ ജീവിതത്തിന്റെ ആഴം അവൾക്ക് മറക്കാൻ കഴിഞ്ഞിരുന്നില്ല. വിധി തങ്ങളോട് കളിച്ച ഈ ക്രൂര വിനോദത്തെക്കുറിച്ച് അവൾ എന്നും ചിന്തിച്ചുകൊണ്ടിരുന്നു. രണ്ടുപേരുടെയും പുതിയ ജീവിതത്തിൽ മക്കളുണ്ടായെങ്കിലും പഴയ ആ ബന്ധത്തിന്റെ തകർച്ച നൽകിയ മുറിവ് ഇപ്പോഴും പൂർണ്ണമായി ഉണങ്ങിയിട്ടില്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഈ ചിന്തകൾ ഇരുവർക്കും വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. സുധീർ തന്റെ ബിസിനസ്സിലും ജോലികളിലും ശ്രദ്ധിക്കാതായി. എപ്പോഴും എന്തോ ആലോചിച്ചിരിക്കുന്ന അയാളുടെ മാറ്റം പുതിയ ഭാര്യയിൽ വലിയ സംശയങ്ങൾക്ക് കാരണമായി. അവൾ അയാളുടെ ഫോണും മറ്റും പരിശോധിക്കാൻ തുടങ്ങി. ഇത് അവർക്കിടയിൽ പുതിയ വഴക്കുകൾക്ക് കാരണമായി. അനാഥനായ ആ ദത്തുപുത്രൻ ഇപ്പോൾ വളർന്നു വലുതായിരുന്നു. വീട്ടിലെ അസ്വസ്ഥതകൾക്ക് കാരണം താനാണോ എന്ന് അവൻ ഭയന്നു. ഇപ്പുറത്ത് സുൽഫത്ത് തന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ പോലും പണ്ട് കാണിച്ച ഉത്സാഹം കാണിക്കാതായി. അവളുടെ ഭർത്താവ് ഒത്തിരി സ്നേഹത്തോടെ കാര്യങ്ങൾ തിരക്കിയെങ്കിലും അവളെല്ലാം ഒളിച്ചുവെച്ചു. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളില്ലാതെ അവൾ തന്റെ മുറിയിലിരുന്ന് വിതുമ്പി. പണ്ട് താൻ പറഞ്ഞ വാക്കുകൾ സത്യമായിട്ടും അന്നത് കേൾക്കാൻ തയ്യാറാകാത്ത സുധീറിന്റെ മുഖം അവൾക്ക് മറക്കാൻ കഴിഞ്ഞില്ല. ഒരു വലിയ സമ്പാദ്യവും പുതിയ കുടുംബവും ഉണ്ടായിട്ടും രണ്ടുപേരുടെയും ഉള്ളിൽ പഴയ ഓർമ്മകൾ ഒരു കനലായി അവശേഷിച്ചു. ആ കനൽ അവരുടെ പുതിയ ജീവിതങ്ങളെ പതുക്കെ പതുക്കെ ദഹിപ്പിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ മക്കൾ വളർന്നുവരുന്ന ഈ നല്ല പ്രായത്തിൽ തങ്ങൾ എന്തിനാണ് പഴയ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നത് എന്ന് അവർക്ക് സ്വയം ചോദിക്കേണ്ടി വന്നു. എങ്കിലും മനസ്സിനെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല.
ഒരു വലിയ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തതയായിരുന്നു ആ വീടുകളിൽ ഉണ്ടായിരുന്നത്. വരാനിരിക്കുന്ന വലിയൊരു സത്യത്തിന്റെ തുടക്കം മാത്രമായിരുന്നു അത്. മുറിവായി സുധീറും സുൽഫത്തും തമ്മിലുള്ള ആ അപ്രതീക്ഷിത കണ്ടുമുട്ടൽ രണ്ടു കുടുംബങ്ങളിലും ഉണ്ടാക്കിയ അസ്വസ്ഥതകൾ ചെറുതായിരുന്നില്ല. സുധീറിന്റെ മനസ്സിൽ കുറ്റബോധത്തിന്റെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെയുണ്ടായി. പണ്ട് സുൽഫത്ത് തന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു പറഞ്ഞ വാക്കുകൾ ഓരോന്നും അയാളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. തനിക്ക് കുട്ടികളുണ്ടാകുമെന്ന സുൽഫത്തിന്റെ ഉറപ്പ് എത്ര വലിയ സത്യമായിരുന്നുവെന്ന് അയാൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. സ്വന്തം ചോരയിലൊരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹത്താൽ അന്ന് താൻ എടുത്ത ധൃതി പിടിച്ച തീരുമാനം ഒരു പെണ്ണിന്റെ ജീവിതമാണ് തകർത്തതെന്നോർക്കുമ്പോൾ സുധീറിന് വല്ലാത്ത സങ്കടം തോന്നി. ബിസിനസ്സിൽ ശ്രദ്ധിക്കാതെ മുറിക്കുള്ളിൽ അടച്ചിരിക്കുന്ന സുധീറിനെ നോക്കി അയാളുടെ പുതിയ ഭാര്യ ഒത്തിരി സങ്കടപ്പെട്ടു. തന്നിൽ നിന്നും സുധീർ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന ചിന്ത അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി. സ്നേഹത്തോടെ അടുത്തു വന്നിരിക്കുന്ന ഭാര്യയോടും മക്കളോടും സംസാരിക്കാൻ പോലും സുധീറിന് കഴിഞ്ഞില്ല. പണ്ട് സുൽഫത്തിനോട് കാണിച്ച അതേ ക്രൂരതയാണോ താനിപ്പോൾ ഈ കുടുംബത്തോടും കാണിക്കുന്നത് എന്ന ചോദ്യം അയാളെ കൂടുതൽ തളർത്തി. ആ വീട്ടിലെ സന്തോഷങ്ങളെല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതാവുകയായിരുന്നു. ദത്തെടുത്ത മകൻ ഈ മാറ്റങ്ങളെല്ലാം ഭയത്തോടെയാണ് നോക്കിക്കേണ്ടത്. ഉപ്പയുടെയും ഉമ്മയുടെയും ഇടയിലെ അകൽച്ചയ്ക്ക് കാരണം താനാണോ എന്ന ചോദ്യം ആ മകന്റെ മനസ്സിൽ വലിയൊരു മുറിവായി മാറി. ആരോടും ഒന്നും പറയാനാകാതെ അവൻ തന്റെ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. അതേസമയം സുൽഫത്തിന്റെ അവസ്ഥയും ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. സുധീറിനെ വീണ്ടും കണ്ട നാൾ മുതൽ അവൾ പഴയ 18 വർഷത്തെ ജീവിതത്തിന്റെ താളുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. തനിക്കിപ്പോൾ സ്നേഹമുള്ളൊരു ഭർത്താവും മക്കളുമുണ്ട്. ലോകം മുഴുവൻ തന്നെ ഭാഗ്യവതിയെന്ന് വിളിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ സുധീർ ഏൽപ്പിച്ച ആ പഴയ മുറിവ് വീണ്ടും നീറാൻ തുടങ്ങി. തന്റെ വാക്കുകൾക്ക് അന്ന് വില കൽപ്പിക്കാതെ തന്നെ ഒരു അനാഥയെപ്പോലെ ഇറക്കിവിട്ട ആ പഴയ വീടും സുധീറിന്റെ മുഖവും അവൾക്ക് മറക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ ഭർത്താവ് അവളോട് എന്തിനാണ് ഈ സങ്കടമെന്ന് തിരക്കുമ്പോഴൊക്കെ സുൽഫത്ത് കള്ളങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞുമാറി. തന്റെ മനസ്സിലെ ഈ അസ്വസ്ഥത അറിഞ്ഞാൽ തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിന്റെ നെഞ്ച് തകരുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കരയുമ്പോഴും പുറമെ അവൾ ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ രാത്രികളിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അവൾ ജനൽക്കലിൽ വന്നിരുന്ന് ഇരുട്ടിലേക്ക് നോക്കി ഒത്തിരി കണ്ണീരൊഴുക്കി. വിധിയുടെ ഈ ക്രൂരമായ കളിയിൽ ആർക്കാണ് തെറ്റുപറ്റിയതെന്ന് അവൾക്ക് മനസ്സിലായില്ല. 18 വർഷം കാത്തിരുന്നിട്ടും തരാത്ത ഭാഗ്യം രണ്ടുപേരും വേർപിരിഞ്ഞപ്പോൾ വിധി തങ്ങൾക്ക് രണ്ടുപേർക്കും തന്നു. ആ സന്തോഷം പൂർണ്ണമായി അനുഭവിക്കാൻ സമ്മതിക്കാതെ വീണ്ടും തങ്ങളെ പരസ്പരം മുന്നിൽ കൊണ്ടെത്തിച്ചു. ദിവസങ്ങൾ കടന്നുപോകെ സുധീറിന് തന്റെ മനസ്സിലെ സങ്കടം ഉള്ളിലൊതുക്കാൻ കഴിയാതെ വന്നു. ഒടുവിൽ അയാൾ സുൽഫത്തിനെ ഒന്ന് നേരിൽ കാണാൻ തീരുമാനിച്ചു. അവളോട് മാപ്പ് പറയണമെന്നും തന്റെ തെറ്റ് തിരുത്താൻ കഴിയില്ലെങ്കിലും ഉള്ളിലെ ഭാരം ഇറക്കിവെക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു. സുൽഫത്ത് പതിവായി വരുന്ന ആ പൊതുസ്ഥലത്ത് സുധീർ അവളെയും കാത്ത് മണിക്കൂറുകളോളം കാത്തിരുന്നു. ഒടുവിൽ ഒരു വൈകുന്നേരം സുൽഫത്ത് അവിടെയെത്തി. സുധീറിനെ കണ്ടപ്പോൾ അവൾ ആദ്യം ഭയന്നുപോയി. അവിടെ നിന്നും മാറിപ്പോകാൻ ശ്രമിച്ച സുൽഫത്തിന്റെ മുന്നിലേക്ക് സുധീർ ചെന്നു നിന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ ആ ഗാംഭീര്യമുള്ള സുധീറല്ല ഇപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് സുൽഫത്ത് തിരിച്ചറിഞ്ഞു. വല്ലാതെ തളർന്നുപോയ ഒരു മനുഷ്യൻ. സുധീർ ഒച്ചയില്ലാതെ വിതുമ്പിക്കൊണ്ട് അവളോട് മാപ്പ് ചോദിച്ചു. അന്ന് സുൽഫത്തിന്റെ വാക്കുകൾ കേൾക്കാതെ പോയതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് അയാൾ ഏറ്റുപറഞ്ഞു. സുധീറിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സുൽഫത്തിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. ഇത്രയും വർഷമായിട്ടും തന്റെ ഉള്ളിൽ കിടന്ന ദേഷ്യവും സങ്കടവും ആ ഒരൊറ്റ വാക്കിൽ ഉരുകിത്തീരുന്നതായി അവൾക്ക് തോന്നി. എങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു. തങ്ങളിപ്പോൾ രണ്ടു വഴിക്കായ മനുഷ്യരാണെന്നും തങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ സ്വന്തമായി കുടുംബവും മക്കളുമുണ്ടെന്നും അവൾ സുധീറിനെ ഓർമ്മിപ്പിച്ചു. ഇനി പഴയ കാര്യങ്ങളോർത്ത് ഇപ്പോഴുള്ള ജീവിതം തകർക്കരുതെന്ന് അവൾ സുധീറിനോട് പറഞ്ഞു. സുൽഫത്തിന്റെ വാക്കുകൾ സുധീറിന് ഒരു പുതിയ തിരിച്ചറിവായിരുന്നു. അവൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ എത്രയോ ശരിയാണെന്ന് അയാൾക്ക് മനസ്സിലായി. താൻ കാരണം ഒരിക്കൽ അവളുടെ ജീവിതം തകർന്നതാണ്. ഇനി വീണ്ടും തന്റെ ഓർമ്മകൾ അവളുടെ പുതിയ സന്തോഷങ്ങളെ തകർക്കാൻ പാടില്ലെന്ന് അയാൾ ഉറപ്പിച്ചു. സുൽഫത്തിനോട് യാത്ര പറഞ്ഞ് സുധീർ അവിടെ നിന്നും മടങ്ങുമ്പോൾ അയാളുടെ മനസ്സിലെ ഭാരം ഒത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്റെ തെറ്റിന് അവൾ മാപ്പ് തന്നു എന്ന ചിന്ത അയാൾക്ക് വലിയൊരു ആശ്വാസമായി. വീട്ടിൽ തിരിച്ചെത്തിയ സുധീർ തന്റെ പുതിയ ഭാര്യയെയും മക്കളെയും ചേർത്തുപിടിച്ചു. ഇനി അവരിൽ നിന്നും അകന്നു നിൽക്കില്ലെന്നും തനിക്ക് കിട്ടിയ ഈ പുതിയ ജീവിതത്തെ പ്രാണനെപ്പോലെ നോക്കുമെന്നും അയാൾ മനസ്സിൽ പ്രതിജ്ഞ ചെയ്തു. ഇപ്പുറത്ത് സുൽഫത്തും വല്ലാത്തൊരു സമാധാനത്തോടെയാണ് വീട്ടിലേക്ക് തിരികെ എത്തിയത്. സുധീറിനോടുള്ള എല്ലാ പരിഭവങ്ങളും ആ കണ്ടുമുട്ടലോടെ അവസാനിച്ചിരുന്നു. തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും സ്നേഹമാണ് തനിക്കിനി വലുതെന്ന് അവൾ ഉറപ്പിച്ചു. തങ്ങളെ വേർപെടുത്തിയ വിധിയൊടുവിൽ തങ്ങളുടെ മനസ്സിലെ മുറിവുകൾ ഉണക്കാനും ഒരു വഴി കണ്ടെത്തിയെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ രണ്ട് കുടുംബങ്ങളിലും വീണ്ടും സന്തോഷത്തിന്റെ വെളിച്ചം പടരാൻ തുടങ്ങി.
കഴിഞ്ഞ കാലത്തെ കൈപേറിയ ഓർമ്മകളെല്ലാം കടലിലെ തിരമാലകൾ പോലെ ഒടുങ്ങിപ്പോയിരുന്നു. തങ്ങൾക്ക് മുന്നിലുള്ള ജീവിതം മക്കൾക്കായി ജീവിച്ചു തീർക്കാൻ അവർ രണ്ടുപേരും പുതിയൊരു തുടക്കം കുറിക്കുകയായിരുന്നു. സുധീറും സുൽഫത്തും തങ്ങളുടെ പഴയകാല പരിഭവങ്ങളെല്ലാം ആ കണ്ടുമുട്ടലോടെ അവസാനിപ്പിച്ച് സ്വന്തം കുടുംബങ്ങളിലേക്ക് മടങ്ങിയെങ്കിലും വിധി അവർക്കായി കാത്തുവെച്ച പരീക്ഷണങ്ങൾ അവിടെയെങ്ങും തീർന്നിരുന്നില്ല. ഇരുവർക്കും ഉള്ളിൽ സമാധാനം തോന്നിയെങ്കിലും അവരുടെ പുതിയ പങ്കാളികളുടെ മനസ്സിൽ സംശയത്തിന്റെ കനലുകൾ പുകയാൻ തുടങ്ങിയിരുന്നു. സുധീറിന്റെ പെട്ടെന്നുള്ള സ്വഭാവമാറ്റവും സന്തോഷവും പുതിയ ഭാര്യയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. തന്നിൽ നിന്നും അയാൾ എന്തോ വലിയൊരു കാര്യം ഒളിക്കുന്നുണ്ടെന്ന് അവൾ ഉറപ്പിച്ചു. പണ്ടൊരിക്കൽ സുധീറിന്റെ ജീവിതത്തിൽ സുൽഫത്ത് എന്നൊരു പെണ്ണുണ്ടായിരുന്നുവെന്നും 18 വർഷത്തെ ബന്ധം തകർന്നാണ് അയാൾ തന്റെ അടുക്കലേക്ക് വന്നതെന്നും അവൾക്ക് നന്നായി അറിയാമായിരുന്നു. സുധീർ വീണ്ടും സുൽഫത്തിനെ കണ്ടുമുട്ടിയോ എന്നൊരു സംശയം അവളുടെ മനസ്സിൽ ബലപ്പെട്ടു. ഈ ചിന്ത അവളെ വല്ലാതെ അസ്വസ്ഥയാക്കാൻ തുടങ്ങിയതോടെ അവൾ സുധീറിന്റെ ഓരോ നീക്കങ്ങളും രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. സുധീർ അറിയാതെ അയാളുടെ ഫോൺ പരിശോധിക്കാനും ബിസിനസ് ആവശ്യങ്ങൾക്കായി പുറത്തു പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അന്വേഷിക്കാനും അവൾ ആളെ ഏർപ്പാടാക്കി. ഒരു ചെറിയ സംശയം ആ വലിയ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാൻ പോന്നൊരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. ഇപ്പുറത്ത് സുൽഫത്തിന്റെ വീട്ടിലും കാര്യങ്ങൾ ശാന്തമായിരുന്നില്ല. സുധീറുമായുള്ള കണ്ടുമുട്ടലിനു ശേഷം അവളുടെ മനസ്സിലെ ഭാരം ഒഴിഞ്ഞിരുന്നുവെങ്കിലും വല്ലാത്തൊരു നിശബ്ദത അവളിൽ പടർന്നിട്ടുണ്ടായിരുന്നു. എന്നും ചിരിച്ചു സംസാരിച്ചിരുന്ന സുൽഫത്ത് ഇപ്പോൾ എപ്പോഴും ഏതോ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നത് അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പുതിയ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തോ വലിയൊരു വിഷമം ഉള്ളിൽ ഒതുക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. പലതവണ സ്നേഹത്തോടെ അടുത്തിരുത്തി കാര്യങ്ങൾ തിരക്കിയെങ്കിലും സുൽഫത്ത് ഒരു പുഞ്ചിരിയോടെ എല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. തന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് ഇപ്പോഴത്തെ ഭർത്താവിനോട് തുറന്നു പറയാൻ അവൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. ആ സത്യമറിഞ്ഞാൽ തങ്ങളുടെ ഇന്നത്തെ മനോഹരമായ കുടുംബജീവിതം തകരുമോ എന്നവൾ ഭയന്നു. എങ്കിലും ഭർത്താവിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കള്ളം പറയേണ്ടി വരുമ്പോഴൊക്കെ അവളുടെ ഉള്ളം ഉരുകിപ്പോയിക്കൊണ്ടിരുന്നു. സ്നേഹമുള്ള ആ ഭർത്താവിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഈ ഒളിച്ചുകളിയെന്നോർത്ത് അവൾ രാത്രികളിൽ മുസല്ലയിലിരുന്ന് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈ സമയത്താണ് സുധീർ ദത്തെടുത്ത മകന്റെ ജീവിതത്തിൽ മറ്റൊരു ദുരന്തം സംഭവിക്കുന്നത്. വളർന്നു വലുതായ അവൻ കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു അത്. വളർത്തുമകനാണെങ്കിലും സുധീറിന് അവനോട് വലിയ സ്നേഹമായിരുന്നു. എന്നാൽ വീട്ടിൽ ഉപ്പയും പുതിയ ഉമ്മയും തമ്മിൽ താൻ കാരണം എപ്പോഴും വഴക്കുണ്ടാകുന്നത് കണ്ട് അവൻ മാനസികമായി വല്ലാതെ തളർന്നിരുന്നു. തന്റെ സാന്നിധ്യമാണ് ആ കുടുംബത്തിന്റെ സമാധാനം കളയുന്നതെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം കോളേജ് കഴിഞ്ഞു മടങ്ങുന്ന വഴിയിൽ അമിത വേഗതയിൽ വന്നൊരു വാഹനം അവനെ ഇടിച്ചു തെറിപ്പിച്ചു. ചോരയിൽ കുളിച്ചുകിടന്ന അവനെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. വിവരമറിഞ്ഞ് സുധീറും ഭാര്യയും ഓടിപ്പാഞ്ഞ് ആശുപത്രിയിലെത്തി. തീവ്രപരിചരണ വിഭാഗത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സുധീറിന്റെ നെഞ്ച് പടപട ഇടിക്കുകയായിരുന്നു. ഡോക്ടർമാർ പുറത്തുവന്ന് അവന്റെ നില അതീവ ഗുരുതരമാണെന്നും അടിയന്തിരമായി രക്തം വേണമെന്നും ആവശ്യപ്പെട്ടു. അപൂർവമായൊരു രക്തഗ്രൂപ്പായിരുന്നു അവന്റേത്. ആശുപത്രിയിലോ ബ്ലഡ് ബാങ്കിലോ ആ ഗ്രൂപ്പിലുള്ള രക്തമുണ്ടായിരുന്നില്ല. മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സുധീർ ഒട്ടനവധി ആളുകളെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും ആർക്കും ആ രക്തം കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമയം അതിവേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു. മകന്റെ ശ്വാസം നിലച്ചുപോകുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ സുധീർ പൂർണ്ണമായും തകർന്നുപോയി. ഈ വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു. സോഷ്യൽ മീഡിയ വഴിയും മറ്റും രക്തത്തിനായി വലിയ രീതിയിൽ പരസ്യങ്ങൾ നൽകപ്പെട്ടു. അവിചാരിതമായി ഈ വിവരം സുൽഫത്തിന്റെ പുതിയ ഭർത്താവ് അറിയാനിടയായി. സുധീറിന്റെ മകന് ആവശ്യമുള്ള അതേ രക്തഗ്രൂപ്പായിരുന്നു സുൽഫത്തിന്റെ പുതിയ ഭർത്താവിന്റേത്. ഒരു അനാഥക്കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞപ്പോൾ വലിയൊരു നന്മയുള്ള ആ മനുഷ്യൻ ഒട്ടും ആലോചിക്കാതെ രക്തം നൽകാൻ തയ്യാറായി മുന്നോട്ടു വന്നു. അയാൾ സുൽഫത്തിനെയും കൂട്ടി നേരെ ആശുപത്രിയിലേക്ക് തിരിച്ചു. ആശുപത്രിയിലെത്തിയപ്പോഴാണ് രക്തം ആവശ്യമുള്ളത് സുധീറിന്റെ മകനാണെന്ന സത്യം സുൽഫത്ത് തിരിച്ചറിയുന്നത്. അവളുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. തന്റെ പഴയ ഭർത്താവും ഇപ്പോഴത്തെ ഭർത്താവും തമ്മിൽ മുഖാമുഖം നിൽക്കാൻ പോകുന്ന ആ നിമിഷത്തെ അവൾ ഭയത്തോടെ നോക്കിക്കണ്ടു. വിധി വീണ്ടും അവരെ ഒരേ നൂലിൽ കോർത്തെടുക്കുകയായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിരുന്നു ആ കണ്ടുമുട്ടൽ. സുധീറും സുൽഫത്തും തങ്ങളുടെ പഴയകാല പരിഭവങ്ങളെല്ലാം ആ കണ്ടുമുട്ടലോടെ അവസാനിപ്പിച്ച് സ്വന്തം കുടുംബങ്ങളിലേക്ക് മടങ്ങിയെങ്കിലും വിധി അവർക്കായി കാത്തുവെച്ച പരീക്ഷണങ്ങൾ അവിടെയെങ്ങും തീർന്നിരുന്നില്ല. ഇരുവർക്കും ഉള്ളിൽ സമാധാനം തോന്നിയെങ്കിലും അവരുടെ പുതിയ പങ്കാളികളുടെ മനസ്സിൽ സംശയത്തിന്റെ കനലുകൾ പുകയാൻ തുടങ്ങിയിരുന്നു. സുധീറിന്റെ പെട്ടെന്നുള്ള സ്വഭാവമാറ്റവും സന്തോഷവും പുതിയ ഭാര്യയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരുന്നില്ല. തന്നിൽ നിന്നും അയാൾ എന്തോ വലിയൊരു കാര്യം ഒളിക്കുന്നുണ്ടെന്ന് അവൾ ഉറപ്പിച്ചു. പണ്ടൊരിക്കൽ സുധീറിന്റെ ജീവിതത്തിൽ സുൽഫത്ത് എന്നൊരു പെണ്ണുണ്ടായിരുന്നുവെന്നും 18 വർഷത്തെ ബന്ധം തകർന്നാണ് അയാൾ തന്റെ അടുക്കലേക്ക് വന്നതെന്നും അവൾക്ക് നന്നായി അറിയാമായിരുന്നു. സുധീർ വീണ്ടും സുൽഫത്തിനെ കണ്ടുമുട്ടിയോ എന്നൊരു സംശയം അവളുടെ മനസ്സിൽ ബലപ്പെട്ടു. ഈ ചിന്ത അവളെ വല്ലാതെ അസ്വസ്ഥയാക്കാൻ തുടങ്ങിയതോടെ അവൾ സുധീറിന്റെ ഓരോ നീക്കങ്ങളും രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി.
സുധീർ അറിയാതെ അയാളുടെ ഫോൺ പരിശോധിക്കാനും ബിസിനസ് ആവശ്യങ്ങൾക്കായി പുറത്തു പോകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അന്വേഷിക്കാനും അവൾ ആളെ ഏർപ്പാടാക്കി. ഒരു ചെറിയ സംശയം ആ വലിയ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാൻ പോന്നൊരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. ഇപ്പുറത്ത് സുൽഫത്തിന്റെ വീട്ടിലും കാര്യങ്ങൾ ശാന്തമായിരുന്നില്ല. സുധീറുമായുള്ള കണ്ടുമുട്ടലിനു ശേഷം അവളുടെ മനസ്സിലെ ഭാരം ഒഴിഞ്ഞിരുന്നുവെങ്കിലും വല്ലാത്തൊരു നിശബ്ദത അവളിൽ പടർന്നിട്ടുണ്ടായിരുന്നു. എന്നും ചിരിച്ചു സംസാരിച്ചിരുന്ന സുൽഫത്ത് ഇപ്പോൾ എപ്പോഴും ഏതോ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നത് അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന പുതിയ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്തോ വലിയൊരു വിഷമം ഉള്ളിൽ ഒതുക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. പലതവണ സ്നേഹത്തോടെ അടുത്തിരുത്തി കാര്യങ്ങൾ തിരക്കിയെങ്കിലും സുൽഫത്ത് ഒരു പുഞ്ചിരിയോടെ എല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. തന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് ഇപ്പോഴത്തെ ഭർത്താവിനോട് തുറന്നു പറയാൻ അവൾക്ക് വല്ലാത്ത ഭയമായിരുന്നു. ആ സത്യമറിഞ്ഞാൽ തങ്ങളുടെ ഇന്നത്തെ മനോഹരമായ കുടുംബജീവിതം തകരുമോ എന്നവൾ ഭയന്നു. എങ്കിലും ഭർത്താവിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കള്ളം പറയേണ്ടി വരുമ്പോഴൊക്കെ അവളുടെ ഉള്ളം ഉരുകിപ്പോയിക്കൊണ്ടിരുന്നു. സ്നേഹമുള്ള ആ ഭർത്താവിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഈ ഒളിച്ചുകളിയെന്നോർത്ത് അവൾ രാത്രികളിൽ മുസല്ലയിലിരുന്ന് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈ സമയത്താണ് സുധീർ ദത്തെടുത്ത മകന്റെ ജീവിതത്തിൽ മറ്റൊരു ദുരന്തം സംഭവിക്കുന്നത്. വളർന്നു വലുതായ അവൻ കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു അത്. വളർത്തുമകനാണെങ്കിലും സുധീറിന് അവനോട് വലിയ സ്നേഹമായിരുന്നു. എന്നാൽ വീട്ടിൽ ഉപ്പയും പുതിയ ഉമ്മയും തമ്മിൽ താൻ കാരണം എപ്പോഴും വഴക്കുണ്ടാകുന്നത് കണ്ട് അവൻ മാനസികമായി വല്ലാതെ തളർന്നിരുന്നു. തന്റെ സാന്നിധ്യമാണ് ആ കുടുംബത്തിന്റെ സമാധാനം കളയുന്നതെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഒരു ദിവസം കോളേജ് കഴിഞ്ഞു മടങ്ങുന്ന വഴിയിൽ അമിത വേഗതയിൽ വന്നൊരു വാഹനം അവനെ ഇടിച്ചു തെറിപ്പിച്ചു. ചോരയിൽ കുളിച്ചുകിടന്ന അവനെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത്. വിവരമറിഞ്ഞ് സുധീറും ഭാര്യയും ഓടിപ്പാഞ്ഞ് ആശുപത്രിയിലെത്തി. തീവ്രപരിചരണ വിഭാഗത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സുധീറിന്റെ നെഞ്ച് പടപട ഇടിക്കുകയായിരുന്നു. ഡോക്ടർമാർ പുറത്തുവന്ന് അവന്റെ നില അതീവ ഗുരുതരമാണെന്നും അടിയന്തിരമായി രക്തം വേണമെന്നും ആവശ്യപ്പെട്ടു. അപൂർവമായൊരു രക്തഗ്രൂപ്പായിരുന്നു അവന്റേത്. ആശുപത്രിയിലോ ബ്ലഡ് ബാങ്കിലോ ആ ഗ്രൂപ്പിലുള്ള രക്തമുണ്ടായിരുന്നില്ല. മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സുധീർ ഒട്ടനവധി ആളുകളെ ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും ആർക്കും ആ രക്തം കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമയം അതിവേഗം കടന്നുപോയിക്കൊണ്ടിരുന്നു. മകന്റെ ശ്വാസം നിലച്ചുപോകുമെന്ന അവസ്ഥയിലെത്തിയപ്പോൾ സുധീർ പൂർണ്ണമായും തകർന്നുപോയി. ഈ വാർത്ത നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു. സോഷ്യൽ മീഡിയ വഴിയും മറ്റും രക്തത്തിനായി വലിയ രീതിയിൽ പരസ്യങ്ങൾ നൽകപ്പെട്ടു. അവിചാരിതമായി ഈ വിവരം സുൽഫത്തിന്റെ പുതിയ ഭർത്താവ് അറിയാനിടയായി. സുധീറിന്റെ മകന് ആവശ്യമുള്ള അതേ രക്തഗ്രൂപ്പായിരുന്നു സുൽഫത്തിന്റെ പുതിയ ഭർത്താവിന്റേത്. ഒരു അനാഥക്കുട്ടിയുടെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞപ്പോൾ വലിയൊരു നന്മയുള്ള ആ മനുഷ്യൻ ഒട്ടും ആലോചിക്കാതെ രക്തം നൽകാൻ തയ്യാറായി മുന്നോട്ടു വന്നു. അയാൾ സുൽഫത്തിനെയും കൂട്ടി നേരെ ആശുപത്രിയിലേക്ക് തിരിച്ചു. ആശുപത്രിയിലെത്തിയപ്പോഴാണ് രക്തം ആവശ്യമുള്ളത് സുധീറിന്റെ മകനാണെന്ന സത്യം സുൽഫത്ത് തിരിച്ചറിയുന്നത്. അവളുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. തന്റെ പഴയ ഭർത്താവും ഇപ്പോഴത്തെ ഭർത്താവും തമ്മിൽ മുഖാമുഖം നിൽക്കാൻ പോകുന്ന ആ നിമിഷത്തെ അവൾ ഭയത്തോടെ നോക്കിക്കണ്ടു. വിധി വീണ്ടും അവരെ ഒരേ നൂലിൽ കോർത്തെടുക്കുകയായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായിരുന്നു ആ കണ്ടുമുട്ടൽ. തീവ്രപരിചരണ വിഭാഗത്തിന്റെ മുന്നിലെ ആ നീണ്ട ഇടനാഴിയിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നിട്ടുണ്ടായിരുന്നു. തന്റെ മകന്റെ ജീവനുവേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സുധീറിന്റെ മുന്നിലേക്കാണ് ഒരു രക്ഷകനെപ്പോലെ സുൽഫത്തിന്റെ ഇപ്പോഴത്തെ ഭർത്താവ് നടന്നുവന്നത്. സുധീർ അപ്പോഴും തന്റെ മുന്നിൽ നിൽക്കുന്നത് സുൽഫത്തിന്റെ ഭർത്താവാണെന്ന സത്യം അറിഞ്ഞിരുന്നില്ല. അപൂർവമായ ആ രക്തം നൽകി തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ വന്ന നന്മയുള്ള ആ മനുഷ്യന്റെ കൈകളിൽ സുധീർ നന്ദിയോടെ മുറുകെ പിടിച്ചു. ഒപ്പം വന്ന സുൽഫത്ത് ആരും കാണാതെ ഒരു തൂണിന് മറവിൽ മാർനിന്ന് നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു. തന്റെ പഴയ ഭർത്താവും ഇപ്പോഴത്തെ ഭർത്താവും മകന്റെ ജീവനുവേണ്ടി ഒന്നിച്ചു നിൽക്കുന്ന ആ കാഴ്ച അവളുടെ ഉള്ളം തകർത്തു കളഞ്ഞു. ഡോക്ടർമാർ വേഗത്തിൽ തന്നെ രക്തം സ്വീകരിക്കുകയും സുധീറിന്റെ മകന്റെ നില പതുക്കെ സമാധാനപരമാവുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷം അവൻ കണ്ണു തുറന്നപ്പോഴാണ് സുധീറിന്റെ ശ്വാസം നേരെ വീണത്. തന്റെ മകന് പുതുജീവൻ നൽകിയ ആ മനുഷ്യനോട് എത്ര നന്ദി പറഞ്ഞിട്ടും സുധീറിന് മതിയാവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ആ സന്തോഷത്തിനിടയിലും സുധീറിന്റെ പുതിയ ഭാര്യ അവിടെയുണ്ടായിരുന്ന സുൽഫത്തിനെ ശ്രദ്ധിച്ചിരുന്നു. ഭർത്താവിനൊപ്പം വന്ന ആ സ്ത്രീ സുൽഫത്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ ഉള്ളിൽ വീണ്ടും സംശയത്തിന്റെ കനലുകൾ ആളിക്കെത്തി. രക്തം നൽകി മടങ്ങാൻ നേരം സുൽഫത്തിന്റെ ഭർത്താവ് സുധീറിനെ നോക്കി യാത്ര പറഞ്ഞു. ആ സമയത്താണ് മറവിൽ നിന്നിരുന്ന സുൽഫത്ത് ഭർത്താവിന്റെ അടുത്തേക്ക് വന്നത്. സുൽഫത്തിന്റെ മുഖം കണ്ടതും സുധീർ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചുപോയി. തനിക്ക് രക്തം തന്ന് സഹായിച്ചത് സുൽഫത്തിന്റെ ഭർത്താവാണെന്ന സത്യം അയാൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. വാക്കുകൾ കിട്ടാതെ സുധീർ തരിച്ചു നിന്നു. സുൽഫത്ത് തന്റെ ഭർത്താവിന്റെ കൂടെ അവിടെ നിന്നും പതുക്കെ നടന്നു നീങ്ങി. എന്നാൽ ഈ കാഴ്ചകളെല്ലാം വളരെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സുധീറിന്റെ പുതിയ ഭാര്യയ്ക്ക് കാര്യങ്ങൾ വ്യക്തമായി. തന്റെ ഭർത്താവ് ഇപ്പോഴും പഴയ ഭാര്യയുമായി ബന്ധം പുലർത്തുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് അവർ ആശുപത്രിയിൽ എത്തിയതെന്നും അവൾ തെറ്റായി ധരിച്ചു. ആശുപത്രിയിൽ നിന്നും വീട്ടിൽ തിരിച്ചെത്തിയ ഉടൻ തന്നെ സുധീറിന്റെ വീട്ടിൽ വലിയൊരു വഴക്ക് പൊട്ടിപ്പുറപ്പെട്ടു. തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വന്നവരെ പോലും സംശയത്തോടെ നോക്കുന്ന പുതിയ ഭാര്യയുടെ സ്വഭാവം
സുധീറിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അവർക്കിടയിലെ വഴക്ക് പരിധി വിട്ടുപോവുകയും സുധീർ അറിയാതെ അവൾ സുൽഫത്തിന്റെ വീട്ടിലേക്ക് നേരിട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു വലിയ കൊടുങ്കാറ്റ് വരാനിരിക്കുകയായിരുന്നു. സുധീറിന്റെ പുതിയ ഭാര്യ സുൽഫത്തിന്റെ വീട്ടിലേക്ക് കോപത്തോടെ കയറിച്ചെന്നു. ആ സമയത്ത് സുൽഫത്തിന്റെ ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നില്ല. തന്റെ ഭർത്താവിനെ സുൽഫത്ത് വീണ്ടും വശത്താക്കാൻ ശ്രമിക്കുകയാണെന്നും തങ്ങളുടെ കുടുംബം തകർക്കരുതെന്നും അവൾ സുൽഫത്തിന് നേരെ ആക്രോശിച്ചു. യാതൊരു തെറ്റും ചെയ്യാത്ത സുൽഫത്ത് ആ വാക്കുകൾ കേട്ട് തകർന്നുപോയി. പണ്ട് സുധീർ തന്നെ ഉപേക്ഷിച്ചപ്പോൾ ഉണ്ടായ അതേ വേദന അവൾക്ക് വീണ്ടും അനുഭവപ്പെട്ടു. ഈ വലിയ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സുൽഫത്തിന്റെ ഭർത്താവ് അവിടേക്ക് കടന്നുവരുന്നത്. തന്റെ വീട്ടിൽ വന്ന് സുധീറിന്റെ ഭാര്യ സുൽഫത്തിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അയാൾക്കൊന്നും മനസ്സിലായില്ല. സുധീറിന്റെ ഭാര്യ സുൽഫത്തിന്റെ പഴയ 18 വർഷത്തെ ദാമ്പത്യത്തെക്കുറിച്ചും അവർ തമ്മിലുള്ള പഴയ പ്രണയത്തെക്കുറിച്ചും അവിടെ വെച്ച് വിളിച്ചു പറഞ്ഞു. തന്റെ ജീവനായ ഭാര്യയ്ക്ക് സുധീറുമായി പണ്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്ന സത്യം ആ ഭർത്താവ് അപ്പോഴാണ് ആദ്യമായി അറിയുന്നത്. ഒരു വലിയ ഭൂകമ്പമുണ്ടായതുപോലെ ആ വീട് നിശബ്ദമായി. സുൽഫത്ത് തലതാഴ്ത്തി കരഞ്ഞു. തങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച മനുഷ്യന്റെ മുന്നിൽ സുൽഫത്ത് പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. വിധി അവരെ വീണ്ടും വലിയൊരു പരീക്ഷണത്തിന്റെ മുനമ്പിൽ എത്തിച്ചിരിക്കുകയായിരുന്നു. സുധീറിന്റെ ഭാര്യയുടെ നാവിൽ നിന്നും വീണ ആ വാക്കുകൾ സുൽഫത്തിന്റെ ഭർത്താവിന്റെ നെഞ്ചിലേക്കാണ് ഒരു ഈട്ടിമുന പോലെ തറച്ചുകയറിയത്. തന്റെ ജീവനായ ഭാര്യയ്ക്ക് സുധീറുമായി പണ്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്ന സത്യം ആ ഭർത്താവ് അപ്പോഴാണ് ആദ്യമായി അറിയുന്നത്. അത്രയും നേരം കോപത്തോടെ സംസാരിച്ചിരുന്ന സുധീറിന്റെ ഭാര്യ തന്റെ ഉള്ളിലെ വിഷമം മുഴുവൻ തീർത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയെങ്കിലും സുൽഫത്തിന്റെ ആ കൊച്ചു വീടിനുള്ളിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടായതുപോലെയുള്ള നിശബ്ദതയാണ് പിന്നീട് പടർന്നത്. സുൽഫത്ത് ഒരക്ഷരം പോലും മിണ്ടാനാകാതെ തലതാഴ്ത്തി മുറ്റത്തെ മണൽത്തരികളിലേക്ക് നോക്കി വിതുമ്പിക്കരഞ്ഞു. അത്രയും കാലം താൻ പ്രാണനെപ്പോലെ സ്നേഹിച്ച, ഒന്നിനും ഒരു കുറവും വരുത്താതെ നോക്കിയ തന്റെ പ്രിയപ്പെട്ട ഇക്കയുടെ മുന്നിൽ ഒരു കുറ്റവാളിയെപ്പോലെ നിൽക്കേണ്ടി വന്ന അവസ്ഥ അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവളുടെ ഭർത്താവൊന്നും മിണ്ടാതെ വല്ലാത്തൊരു ശൂന്യതയോടെ സുൽഫത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. തന്നോട് എന്തുകൊണ്ട് ഈ വലിയ സത്യം ഇത്രയും കാലം ഒളിച്ചുവെച്ചു എന്ന ചോദ്യം അയാളുടെ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. മനസ്സ് തുറന്ന് ഒന്നു സംസാരിക്കാൻ പോലും കഴിയാതെ സുൽഫത്ത് തന്റെ മുറിക്കുള്ളിലേക്ക് ഓടിക്കയറി കതകടച്ചു. ആ രാത്രി ആ വീട്ടിൽ ഒരിറ്റ് കഞ്ഞി പോലും വെച്ചില്ല, വെളിച്ചം പോലും തെളിച്ചില്ല. തങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച ആ നന്മയുള്ള മനുഷ്യന്റെ വിശ്വാസമാണ് താൻ കാരണം തകർന്നതെന്നോർത്ത് അവൾ മുസല്ലയിൽ വീണുകിടന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ അല്ലാഹു ബഫർ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇപ്പുറത്ത് സുധീറിന്റെ വീട്ടിലും കാര്യങ്ങൾ ഒട്ടും ശാന്തമായിരുന്നില്ല. തന്റെ ഭാര്യ സുൽഫത്തിന്റെ വീട്ടിൽ പോയി വലിയൊരു പ്രശ്നമുണ്ടാക്കി എന്ന വിവരം അറിഞ്ഞ സുധീർ വല്ലാതെ ദേഷ്യപ്പെട്ടു. തന്റെ വളർത്തുമകന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ചോര തന്ന ഒരു പുണ്യാത്മാവിന്റെ കുടുംബമാണ് തന്റെ ഭാര്യ. കാരണം ഇപ്പോൾ തകരാൻ പോകുന്നതെന്നോർത്ത് അയാൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. സുധീറും ഭാര്യയും തമ്മിൽ ആ രാത്രിയിൽ വലിയ രീതിയിൽ വഴക്കുണ്ടാവുകയും ഇനിയൊരിക്കലും തങ്ങൾക്കിടയിൽ ഒരു നല്ല ദാമ്പത്യം ഉണ്ടാകില്ലെന്ന് സുധീർ ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അനാഥനായ ആ മകൻ ഉപ്പയുടെയും ഉമ്മയുടെയും ഈ അകൽച്ചയ്ക്ക് കാരണം താൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു. തന്റെ ജീവൻ രക്ഷിക്കാൻ രക്തം തന്ന ആ നല്ല മനുഷ്യന്റെ കുടുംബം തകരരുതെന്ന് അവൻ ആഗ്രഹിച്ചു. ആ മകൻ ഒടുവിൽ ഒരു വലിയ തീരുമാനമെടുത്തു. ആരോടും ഒന്നും പറയാതെ അവൻ രാത്രിയുടെ ഇരുട്ടിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. നേരെ അവൻ സുൽഫത്തിന്റെ വീടിന്റെ മുന്നിലേക്കാണ് ചെന്നത്. നേരം വെളുക്കാറായ ആ സമയത്ത് സുൽഫത്തിന്റെ ഇക്ക വീടിന്റെ ഉമ്മറത്ത് വല്ലാത്തൊരു മാനസിക വിഷമത്തോടെ ഇരിക്കുന്നത് അവൻ കണ്ടു. അവൻ ആ ഉമ്മറത്തേക്ക് കയറിച്ചെന്ന് ആ മനുഷ്യന്റെ കാലിൽ വീണു കരഞ്ഞു. തന്റെ ഉപ്പയായ സുധീറും ഉമ്മയായ സുൽഫത്തും തമ്മിൽ പണ്ട് 18 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും കുട്ടികളുണ്ടാകാത്തതിനെക്കുറിച്ചും ഒടുവിൽ തങ്ങളെപ്പോലെയുള്ള ഒരു അനാഥക്കുട്ടിയെ ദത്തെടുത്തതിന്റെ പേരിലുണ്ടായ പിണക്കത്തെക്കുറിച്ചും അവൻ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യനോട് തുറന്നു പറഞ്ഞു. തന്റെ ഉമ്മ സുൽഫത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും തന്റെ ജീവൻ രക്ഷിക്കാൻ രക്തം നൽകിയ ഇക്കയുടെ കുടുംബം തകരുന്നത് കാണാൻ തനിക്ക് കഴിയില്ലെന്നും അവൻ പറഞ്ഞു. ഈ സത്യങ്ങളെല്ലാം ആ മകന്റെ നാവിൽ നിന്നും കേട്ടപ്പോൾ സുൽഫത്തിന്റെ ഭർത്താവിന്റെ കണ്ണുകൾ നിറഞ്ഞു. സുൽഫത്ത് സുധീറിനെ വഞ്ചിക്കുകയല്ല ചെയ്തതെന്നും മറിച്ച് തന്നോടുള്ള സ്നേഹം കൊണ്ടും ഇപ്പോഴത്തെ കുടുംബത്തിന്റെ സമാധാനം ഓർത്തുമാണ് ആ പഴയ കാര്യങ്ങൾ ഒളിച്ചുവെച്ചതെന്നും അയാൾക്ക് മനസ്സിലായി. ആ മകനെ ചേർത്ത് പിടിച്ച് അയാൾ ആശ്വസിപ്പിച്ചു. തുടർന്ന് മുറിക്കുള്ളിൽ കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്ന സുൽഫത്തിന്റെ അരികിലേക്ക് അയാൾ നടന്നു ചെന്നു. അവളുടെ തലയിൽ കൈവച്ച് തനിക്ക് അവളോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ സുൽഫത്ത് ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. വിധി തങ്ങളെ തകർക്കാൻ നോക്കിയെങ്കിലും പരസ്പരമുള്ള വിശ്വാസവും ആ മകന്റെ നന്മയും കൊണ്ട് സുൽഫത്തിന്റെ കുടുംബം വലിയൊരു തകർച്ചയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു.
സുൽഫത്തിന്റെ തലയിൽ കൈവച്ച് ഇനി ഒരിക്കലും താൻ അവളെയോർത്ത് വിഷമിക്കില്ലെന്നും തന്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹത്തിനൊരു കുറവും വന്നിട്ടില്ലെന്നും ഭർത്താവ് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലെ വലിയൊരു ഭാരമാണ് ഒഴിഞ്ഞുപോയത്. അത്രയും നേരം നെഞ്ചിൽ കെട്ടിക്കിടന്ന സങ്കടമെല്ലാം ആ ഒരൊറ്റ വാക്കിൽ ഉരുകിത്തീർന്നു. സുധീറിന്റെ ആ മകൻ തങ്ങളുടെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്തതോർത്ത് സുൽഫത്തിന്റെ ഇക്കയ്ക്ക് അവനോട് വലിയൊരു ബഹുമാനവും സ്നേഹവും തോന്നി. സ്വന്തം ചോരയല്ലെങ്കിലും ആ മകന്റെ ഉള്ളിലെ നന്മ എത്ര വലുതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. സുൽഫത്ത് ആ മകനെ സ്നേഹത്തോടെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവന് കഴിക്കാൻ ആഹാരമെടുത്തു നൽകി. പണ്ട് തന്റെ കയ്യിൽ നിന്നും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ പോയ സുധീറിന്റെ മകന് ഇന്ന് സ്വന്തം കൈകൊണ്ട് ആഹാരം വിളമ്പാൻ കഴിഞ്ഞത് സുൽഫത്തിന്റെ കണ്ണുകളെ വീണ്ടും ഈറനണിയിച്ചു. നേരം വെളുത്തതോടെ സുൽഫത്തിന്റെ ഭർത്താവ് സുധീറിന്റെ മകനെയും കൂട്ടി നേരെ സുധീറിന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണമെന്നും സുധീറിന്റെ കുടുംബത്തിൽ ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കും ഉണ്ടാകരുതെന്നും അയാൾ ആഗ്രഹിച്ചു. അതേസമയം സുധീറിന്റെ വീട്ടിൽ മകനെ കാണാതായതോടെ വലിയൊരു പരിഭ്രാന്തി പരന്നിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ തങ്ങൾ തമ്മിലുണ്ടായ വഴക്ക് കാരണമാണ് മകൻ വീട് വിട്ടിറങ്ങിപ്പോയതെന്നോർത്ത് സുധീർ തന്റെ പുതിയ ഭാര്യയോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. മകൻ എന്തെങ്കിലും സംഭവിച്ചാൽ താൻ ഈ ജീവിതം അവസാനിപ്പിക്കുമെന്ന് സുധീർ ഉറപ്പിച്ചു പറഞ്ഞതോടെ പുതിയ ഭാര്യയും വല്ലാതെ ഭയന്നുപോയി. തന്റെ അനാവശ്യമായ സംശയവും കോപവും കാരണം ഒരു പാവം കുട്ടിയുടെ ജീവനാണ് ഇപ്പോൾ അപകടത്തിലായതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ഒത്തിരി കുറ്റബോധത്തോടെ വീടിന്റെ ഉമ്മറത്ത് വന്നിരുന്ന് കരയാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു വണ്ടിയിൽ സുൽഫത്തിന്റെ ഭർത്താവും സുധീറിന്റെ മകനും ആ വീട്ടുപടിയെ ലക്ഷ്യമാക്കി വന്നിറങ്ങിയത്. മകനെ ജീവനോടെ കണ്ട നിമിഷം സുധീർ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സുധീറിന്റെ പുതിയ ഭാര്യയും ഓടിവന്ന് ആ മകനോട് മാപ്പു ചോദിച്ചു. സുധീറിന്റെ മുന്നിലേക്ക് നടന്നു ചെന്ന സുൽഫത്തിന്റെ ഭർത്താവ് ഒത്തിരി ഗൗരവത്തോടെയും എന്നാൽ സ്നേഹത്തോടെയും സംസാരിക്കാൻ തുടങ്ങി. കഴിഞ്ഞ കാലത്ത് സുധീറിനും സുൽഫത്തിനുമിടയിൽ സംഭവിച്ചതെല്ലാം വിധിയുടെ വിളയാട്ടമായിരുന്നുവെന്നും അതിൽ രണ്ടുപേരും തെറ്റുകാരല്ലെന്നും അയാൾ പറഞ്ഞു. സുൽഫത്ത് ഇപ്പോൾ തന്റെ ഭാര്യയാണെന്നും തങ്ങൾ മക്കളുമായി ഒത്തിരി സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നും ഇനി ഒരു തരത്തിലുള്ള സംശയവും ഈ കുടുംബങ്ങൾക്കിടയിൽ ഉണ്ടാകരുതെന്നും അയാൾ സുധീറിന്റെ ഭാര്യയോട് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. സുൽഫത്തിന്റെ ഭർത്താവിന്റെ ആ വലിയ മനസ്സ് കണ്ടപ്പോൾ സുധീറിന്റെ പുതിയ ഭാര്യയ്ക്ക് തന്റെ തെറ്റുകൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് അവരോട് മാപ്പ് ചോദിച്ചു. ഇനി ഒരിക്കലും തന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു തെറ്റുമുണ്ടാകില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ വിധി കാത്തുവെച്ച വലിയൊരു കൊടുങ്കാറ്റാണ് ആ മകന്റെ നന്മ കൊണ്ടും സുൽഫത്തിന്റെ ഭർത്താവിന്റെ ദയവുള്ള ഹൃദയം കൊണ്ടും ഇല്ലാതായത്. പഴയകാലത്തെ കൈപേറിയ ഓർമ്മകളെല്ലാം പൂർണ്ണമായും മറന്ന് തങ്ങൾക്ക് മുന്നിലുള്ള ജീവിതം മക്കൾക്കായി ജീവിച്ചു തീർക്കാൻ രണ്ടു കുടുംബങ്ങളും പുതിയൊരു തീരുമാനമെടുക്കുകയായിരുന്നു. സുധീറും സുൽഫത്തും തങ്ങളുടെ പുതിയ ജീവിത പങ്കാളികളോടൊപ്പം ഒത്തിരി സന്തോഷത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും മുന്നോട്ടുപോയി. വർഷങ്ങൾക്ക് മുൻപ് 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തകർന്നുപോയ ആ പഴയ ബന്ധത്തിന്റെ മുറിവുകളെല്ലാം കാലം എന്ന വലിയ വൈദ്യൻ പുതിയൊരു നന്മയുടെ വെളിച്ചം നൽകി സുഖപ്പെടുത്തുകയായിരുന്നു. രണ്ടു കുടുംബങ്ങളിലും പടർന്ന ആ വലിയ സമാധാനത്തിന്റെ വെളിച്ചം വരും തലമുറകൾക്കുള്ള വലിയൊരു പാഠമായിരുന്നു. വിധി പലപ്പോഴായി സുധീറിനെയും സുൽഫത്തിനെയും പരീക്ഷിച്ചെങ്കിലും ഒടുവിൽ നന്മയുള്ള മനസ്സുകളുടെ കൂട്ടായ്മയിലൂടെ ആ ജീവിതങ്ങൾ മനോഹരമായി തീർന്നു. പഴയ നോവുകളെല്ലാം മാഞ്ഞുപോയി. മക്കളുടെ പുഞ്ചിരിയും പങ്കാളികളുടെ വിശ്വസ്തതയും കൂട്ടിനുള്ളപ്പോൾ തങ്ങൾക്കിനി ഒന്നിനെയും ഭയപ്പെടാനില്ലെന്ന് അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞു. കാലം കാത്തുവെച്ച ആ വലിയ കഥ ഇവിടെ ശുഭമായി അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സുധീറിന്റെയും സുൽഫത്തിന്റെയും ഈ ഒരു മനോഹരമായ ജീവിതകഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് ട്വിസ്റ്റുകളും സങ്കടങ്ങളും നിറഞ്ഞ ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കണം. തുടർന്നും ഇതുപോലെയുള്ള നല്ല നല്ല കഥകൾ കേൾക്കുന്നതിനായി നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രിപ്ഷനുമാണ് എനിക്ക് അടുത്ത നല്ലൊരു കഥയുമായി വരാൻ വലിയൊരു പ്രചോദനമാകുന്നത്. ഇതുവരെ തന്ന എല്ലാ പിന്തുണയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ മനോഹരമായ കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.